ഒരു വൻ അടി ഒഴിവായ സംഭവത്തെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ മാങ്ങ സീസണൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നിൽക്കുന്നതാണ് നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടിലെ അതായത് ഞങ്ങളുടെ വീടും തൊട്ടപ്പുറത്തെ അയലും തമ്മിൽ ഈ പറഞ്ഞക്ക് അതിര് വ്യത്യാസമൊന്നുമില്ല. അതായത് മതിലോ കാര്യങ്ങളോ ഒന്നും തന്നെ കെട്ടിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവിച്ചതാണ്ട് ഈ കാണുന്ന ആദ്യത്തെ മാവത്തിന്റെ തൊട്ട് പുറകെ നിൽക്കുന്ന ആ രണ്ടാമത്തെ മാവാണ് ഞങ്ങളുടെ മാവുകൾ. അപ്പോൾ ഒരു കഴിഞ്ഞ സീസണിൽ ഇതേപോലെ തന്നെ ഈ മാങ്ങ കച്ചവട വന്നിട്ട് ഇവർ അയ്യത്തെല്ലാം ഓൾറെഡി കറങ്ങി നടന്നിട്ട് ഇവർ ഉദ്ദേശിച്ച ഈ അയൽപ്പക്കത്ത് നിൽക്കുന്ന ആ മാവ് ഞങ്ങളുടെ തന്നെയാണെന്ന് ഉദ്ദേശിച്ച് അതും തൊട്ടിപ്പുറത്ത് ആദ്യം നിൽത്ത മാവാണ് അവർ ഉദ്ദേശിച്ചത്. ഇവർ വന്നിട്ട് പറഞ്ഞ് മാവ് രണ്ടും കൊടുക്കുന്നു ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ശരി എടുത്തോളം പറഞ്ഞു. അങ്ങനെ അവർ അഡ്വാൻസ് ആയിട്ട് 5000 രൂപ പേയ്മെന്റ് തന്നു പോവുകയും ചെയ്തു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് ഈ കാണുന്ന അയൽപ്പക്കത്ത്, ഞാൻ ആ സമയത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിന്ന സമയമാണ്, ഇവർ നേരെ വന്നിട്ട് അയൽപ്പക്കത്തെ മാവിലോട്ടാണ് ആദ്യം തന്നെ മാങ്ങ അടത്താനേ കയറിയത്. ഞാൻ എന്തായാലും ഭാഗ്യത്തിന് അവിടെ പുറത്തിറങ്ങി നിന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഓടിച്ച ചേട്ടാ ഇത് കണക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ അതിരാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. ആദ്യം ഞങ്ങൾ വാങ്ങിച്ച അഡ്വാൻസ് പൈസ 5000 രൂപ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് അഡ്വാൻസ് അവർ തിരിച്ചു വാങ്ങില്ല, ഇനിയിപ്പം അവർക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിലുള്ള ആ 2 മാവ് അവർ എടുത്തോളാം എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ഉള്ളത് പറയാമല്ലോ, ആ സീസണിൽ അവർക്ക് നല്ല രീതിക്കുള്ള മാങ്ങ ലഭിച്ചു ഞങ്ങളുടെ 2 മാവിൽ നിന്ന്. അതായത് ആദ്യമേ വന്നവർ ഒരു തവണ അടത്തിയിട്ട് പോയി, വീണ്ടും അവർ രണ്ടാമതും വന്നവർ പറിക്കാനായിട്ട് വരികയും ചെയ്തു. ശരിക്കും അത് തക്ക സമയത്ത് കണ്ടതുകൊണ്ട് മാത്രമാണ് അന്നൊരു വൻ ദുരന്തം ഒഴിവായത്. ഇല്ലെങ്കിൽ അയൽപ്പക്കക്കാർ അവരുടെ മാങ്ങ കച്ചവടം ചെയ്തെന്നും പറഞ്ഞ് അന്ന് അവിടെ ഒരു വൻ അടി നടന്നാൽ. എന്തായാലും ഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ അങ്ങ് പോയത്.